ഓം ശാന്തി. ഈ വ്യക്തലോകത്തിൻ്റെ സ്മൃതിയിൽ നിന്നും വേറിട്ട് ഞാൻ അനുഭവം ചെയ്യുകയാണ്. അവ്യക്ത ബാപ്ദാദ എനിക്കു വേണ്ടി അവ്യക്ത വദനത്തിൽ നിന്നും താഴോട്ടിറങ്ങി വന്നിരിക്കുന്നു. ഞാൻ എൻ്റെ ഫരിസ്ത സ്വരൂപത്തിൽ ബാപ്ദാദയുടെ സന്മുഖത്തിലാണ്. ഞാൻ ബാബയെ കണ്ട് ഹർഷിതമാകുന്നു. ഞാൻ കഴിഞ്ഞ കൽപ്പത്തിലെ അതേ ആത്മാവാണ്. ആരാണോ പരമാത്മാ ബാബയെ പ്രാപിച്ചത്, ഞാൻ ഈ ലഹരിയിലിരിക്കുകയാണ്. ഞാൻ പരമാത്മ സ്നേഹി ആത്മാവാണ്. ദിൽവാല ബാബ എൻ്റെ ഹൃദയമെടുത്തു. സ്വന്തം ദിൽ അഥവാ ഹൃദയം എനിക്ക് തന്നിരിക്കുന്നു. ബാബയുടെ സ്നേഹത്തിൽ സമാവേശമായി ഞാൻ പരമാത്മാ മിലനത്തിൻ്റെ അനുഭവം ചെയ്യുന്നു. ആത്മീയ മിലനത്തിൻ്റെ ആനന്ദം അനുഭവം ചെയ്യുന്നു. ബാപ് സമാന സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്നു. സങ്കൽപ്പം, വാണി, കർമ്മം, സേവ, സംബന്ധം സർവ്വത്തിലും ബാപ് സമാനം. അന്തരം സമാപ്തമായിരിക്കുന്നു. മന്മനാഭവസ്ഥിതിയിലിരിക്കുന്നു. ബാബ എന്നെ തൻ്റെ ഹൃദയ സിംഹാസനത്തിലിരുത്തിയിരിക്കുന്നു. എൻ്റെ സ്ഥാനം ബാബയുടെ ഹൃദയത്തിലാണ്. ഞാൻ ആത്മാ ബാബയുടെ ഹൃദയമണിയാണ്. സ്വയം തന്നെ ബാബയുടെ ഹൃദയ സിംഹാസനത്തിൽ ഇരിക്കുന്നതായി അനുഭവം ചെയ്യുന്നു. ഞാൻ ആത്മാ ബാബ് സമാനമായി ബാബയുടെ ഹൃദയ സിംഹാസനധാരിയായി ഇരിക്കുന്നു. ഞാൻ ബാബയുടെ ദിൽ തക്ത നശീൻ സമീപരത്നമാണ്. പരിധിയില്ലാത്ത ബാബ എന്നെ പരിധിയില്ലാത്ത ദിൽ തക്ത നശീനാക്കിയിരിക്കുന്നു. പരിധിയില്ലാത്ത സമ്പത്തിൻ്റെ അധികാരിയാക്കുന്നു. പരിധിയില്ലാത്ത ഖജനാവുകളുടെ അധികാരിയാക്കുന്നു. ബാപ്ദാദയുടെ ദിൽ തക്ത നശീനായി ഞാൻ സർവപ്രാപ്തികളുടെയും അനുഭവം ചെയ്യുന്നു. ബാബയ്ക്ക് എൻ്റെ ഹൃദയം കൊടുത്ത് തിലാരാമനായ ബാബയുടെ ഹൃദയ സിംഹാസനത്തിലിരുന്ന് ഞാൻ വിശ്രമത്തിൻ്റെ അനുഭവം ചെയ്യുന്നു. ഹൃദയം കൊടുത്ത് ബാബയിൽ നിന്നും
എളുപ്പത്തിൽ ഹൃദയസിംഹാസനത്തിന്റെ അധികാരം പ്രാപിച്ചു. ദൂരദേശത്തിലെ ബാബയുടെ ഹൃദയത്തിൽ നിന്നും ഞാനിപ്പോൾ ദൂരെയല്ല. ഞാൻ ബാബയുടെ ഹൃദയത്തിലാണിരിക്കുന്നത്. ഹൃദയാരാമനായ ബാബയുടെ സമീപരത്നമാണ്. ഞാൻ എൻ്റെ അവസ്ഥയെ അചഞ്ചലവും ദൃഢവുമാക്കി മാറ്റുന്നു. ഞാൻ തൂവൽ വെച്ച കിരീടധാരിയായി മാറുന്നു. ബാബയുടെ ആജ്ഞയാണ് ആരുമായും ഏറ്റുമുട്ടരുത്, ശാന്തമായിരിക്കണം. എൻ്റെ വാക്കുകൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കും. ഉള്ളിൽ ഒരു ഭൂതം പോലും ഇല്ലാതാക്കി വായിൽ നിന്നും ഒരിക്കലും കയ്പുള്ള വാക്കുകൾ വരാതെ മധുരമായ വാക്കുകൾ ജീവിതത്തിൽ ധാരണയാക്കുന്നു. അപ്പോൾ ബാപ്പുദാദയുടെ ഹൃദയ സിംഹാസനം നേടാൻ കഴിയുന്നു. ബാബ മുന്നറിയിപ്പ് നൽകുന്നു, ആത്മാഭിമാനിയായി ഭവിക്കൂ. ഞാൻ ആത്മാവ് സദോ പ്രധാനമാവുകയാണ്. ശരീരം പഴയത് തന്നെ. സത്യയുഗത്തിൽ ശരീരവും പവിത്രമായത് ലഭിക്കും. ഞാൻ ആത്മാവിനെ ശുദ്ധമാക്കുന്നതിനായി ഒരേ ഒരു ബാബയെ ഓർമ്മിക്കുന്നു. എത്രത്തോളം ബാബയെ ഓർമ്മിക്കുന്നുവോ അത്രയും ആത്മാവ് ശുദ്ധമായി മാറും. ഞാൻ ബാബയെ ഓർമ്മിച്ച് സദോ പ്രധാനമായി മാറിക്കൊണ്ടിരിക്കുന്നു. ബാബ വന്നിരിക്കുന്നത് വഴി പറഞ്ഞു തരാനാണ്. സ്വർഗത്തിന്റെ മഹിമ അപരമപാരമാണ്. ബാബയുടെ മഹിമയും അപരമപാരമാണ്. സേവനം ചെയ്യുന്ന ആത്മാക്കളെ ബാബ ഓർമ്മിക്കുന്നു. ബാബയ്ക്ക് സ്വതവേ തന്നെ അവരുടെ ഓർമ്മ വരുന്നു. സേവനയുക്തരായവർ എപ്പോഴും വളരെ മധുരമായി സംസാരിക്കുന്നു. കയ്പുള്ള വാക്കുകൾ സംസാരിക്കുന്നവരിൽ ഭൂതമുണ്ട്. ദേഹാഭിമാനമാണ് നമ്പർ 1 ഭൂതം. അതിനു പിന്നാലെ മറ്റു ഭൂതങ്ങളും പ്രവേശിക്കുന്നു. ബാബ പറയുകയാണ്, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. എങ്കിൽ പതുക്കെ പതുക്കെ മുഴുവൻ വിശ്വത്തിന്റെ അധികാരം നിങ്ങളുടെ കൈകളിലേക്ക് വരും. ഡ്രാമയുടെ ചക്രമാണ്. ഞാൻ ആദ്യം അച്ഛന്റെ മഹിമ കേൾപ്പിക്കുന്നു. ഈ ജ്ഞാനം ഒരു ബാബക്കല്ലാതെ
മറ്റാർക്കും നൽകാൻ സാധ്യമല്ല. ഈ ജ്ഞാനത്തിലൂടെ സ്വദർശന ചക്രധാരിയായി ചക്രവർത്തി രാജാവാകും. കുട്ടികൾ ഇരുന്ന ഇരുപ്പിൽ ബാബയുടെ ഓർമ്മയിൽ ദേഹത്തെ ത്യാഗം ചെയ്യുന്നു. പഴയ ശരീരം സന്തോഷത്തോടെ ഉപേക്ഷിച്ച് ബാബയുടെ അടുത്തേക്ക് സന്തോഷത്തോടെ പോകണം. ഞാനിപ്പോൾ ബാബയിൽ നിന്നും സമ്പത്ത് നേടുകയാണ്. ബാബ സർവരുടെയും സദ്ഗതി ചെയ്യുന്നു. ഞാനിപ്പോൾ ഈശ്വരീയ പരിവാരത്തിലാണ്. അതിനാൽ എൻ്റെ ജന്മം വജ്രസമാനമാണ്. സതോ രജോ തമോയിലേക്ക് എല്ലാവർക്കും വരണം. ഈ സമയത്ത് മായ സർവവ്യാപിയാണ്. മായക്ക് 5 ഭൂതങ്ങളുണ്ട്. ഭഗവാൻ പരിധിയില്ലാത്ത സമ്പത്ത് നൽകുന്നു. മുള്ളുകളെ പൂക്കളാക്കി മാറ്റുന്നു. ബാബയുടെ ശ്രീമതമാണ് ആരെങ്കിലും അശാന്തി പരത്തുകയോ പ്രശ്നമുണ്ടാക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശാന്തമായിരിക്കൂ. വിചാരസാഗരമഥനം ചെയ്ത് ജ്ഞാനത്തിൻ്റെ പുതിയ പോയിന്റുകൾ കണ്ടെത്തി സേവനം ചെയ്യണം. ബാബ മുരളിയിൽ കേൾപ്പിക്കുന്ന ഗുഹ്യമായ കാര്യങ്ങളെ നഷ്ടപ്പെടുത്തരുത്. ഞാൻ ബാബയുടെ വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. പവിത്രതയെ ആദി അനാദി വിശേഷ ഗുണത്തിൻ്റെ രൂപത്തിൽ സഹജമായി സ്വായത്തമാക്കുന്ന പൂജ്യ ആത്മാവായി ഭവിക്കൂ. പവിത്രത പൂജനീയരാകുന്നതിൻ്റെ വിശേഷ ആധാരമാണ്. ആരാണോ വിധിപൂർവം പവിത്രതയെ സ്വായത്തമാക്കുന്നത് അവരാണ് വിധിപൂർവം പൂജിക്കപ്പെടുന്നത്. വ്യക്തത്തിലിരുന്നു കൊണ്ടും അവ്യക്ത ഫരിസ്തയായി സേവനം ചെയ്യൂ. എങ്കിൽ വിശ്വമംഗളകാര്യം തീവ്രഗതിയിൽ സമ്പന്നമാകും. ഓം ശാന്തി.